ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് കടി ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തലേ ദിവസം തന്നെ രാത്രിയിൽ പച്ചരി കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് രാവിലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ശർക്കര പാനിയും ആവശ്യത്തിന് തൊണ്ടോട് കൂടിയുള്ള ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് അരച്ചെടുത്തു. അരച്ചെടുത്ത മാവിലേക്ക് നമ്മൾ ഒരല്പം തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഒന്ന് എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മാവിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 2 പഴം കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറവായി വന്നിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്തൊന്ന് നെയ്യിൽ വറുത്തെടുത്ത് തേങ്ങാക്കൊത്ത് ചൂടോടുകൂടി നമുക്ക് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആ സമയത്ത് തന്നെ നമുക്ക് എള്ളുണ്ടെങ്കിൽ എള്ളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എള്ളില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തവണ എള്ള് ചേർത്തിട്ടില്ല. തേങ്ങാക്കൊത്ത് ചേർത്ത് ആ ചൂടോടുകൂടി തന്നെ നമുക്കതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ മാവൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട മാവ് റെഡിയായി. അതിനുശേഷം നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ കുഴിയിലേക്കും നമ്മുടെ തവി കൊണ്ട് കോരി ഒഴിച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പുറത്തടുപ്പാണ്, അതുകൊണ്ട് ഒരു വെയിലിൻ്റെ ഒരു നാളം ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതാണ് എണ്ണയ്ക്കൊരു കളർ വ്യത്യാസം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം കുറേശ്ശെ ആയിട്ട് മാവൊഴിച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തെ ചായക്കുള്ള കടി റെഡിയായി. നമ്മുടെ ഉണ്ണിയപ്പത്തിൽ എപ്പോഴും പഴം ചേർക്കുമ്പം നന്നായിട്ടൊരു സോഫ്റ്റ്നെസ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയപ്പത്തിൽ പഴം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉണ്ണിയപ്പം ചുടുമ്പോൾ മൈദയൊന്നും ചേർക്കേണ്ടതില്ല. മൈദേനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ പഴം തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം ആയിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. ഒരു പപ്പട കുത്തി കൊണ്ട് കോരി അതിലെ എണ്ണ ഒന്ന് വാർന്നതിന് ശേഷം ആണ് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു പ്ലേറ്റിലേക്കാണ് ആദ്യം ഇട്ട് കൊടുത്തത്. അതിൽ നിന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മുടെ സാധാരണ ഒരു ചെറിയ കുഴിയുള്ള പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. പഴം ചേർത്തുകൊണ്ട് തന്നെ നല്ല എക്സ്ട്രാ സോഫ്റ്റാണ് ഉണ്ണിയപ്പം. നിങ്ങൾക്ക് ഞാനിങ്ങനെ ഞെക്കുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേ രീതിയിലൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കണം കേട്ടോ.